നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഫിറോസ് വരുൺ ഗാന്ധിയെ എങ്ങനെയും രാഷ്ട്രീയത്തിനകത്ത് പ്രിയങ്ക ഗാന്ധിയുടെ മുഖ്യ ശത്രുവാക്കുക, അതായിരുന്നു BJPയുടെ പ്ലാൻ. അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടായി. അതായത് റായ്ബറേലിയിൽ ഫിറോസ് ഗാന്ധിയെ മത്സരിപ്പിക്കുക, അങ്ങനെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ശക്തമായ മത്സരം ഒരുക്കി കൊടുക്കുക. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ താൻ ഒരിക്കലും മുതിരില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് വരുൺ ഗാന്ധി അവിടെ മറുപടി കൊടുത്തത്. അതായത് BJPയിൽ നിന്നും തന്നെ പുറത്താക്കിയാലും വേണ്ടില്ല എന്നുള്ള സ്വരത്തിൽ തന്നെ നിൽക്കുകയാണ്. ഭാവിയിൽ അരുൺ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ ചേർന്നേക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പിലിഭിറ്റിൽ നിന്ന് മാത്രമേ മത്സരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സുൽത്താൻപൂരിൽ തൻ്റെ മാതാവ് മേനക ഗാന്ധിക്ക് പകരമായി മത്സരിക്കാം. ആ ഒരു ഇക്വേഷനിലാണ് നാളിതുവരെയും വരുൺ ഗാന്ധി നീങ്ങിയത്. വരുൺ ഗാന്ധി BJPയുടെ ആജ്ഞാനുവൃത്തി അനുസരിച്ച് പിലിഭിറ്റിലും സുൽത്താൻപൂരിലും മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. സുൽത്താൻപൂരിലും പിലിഭിറ്റിലും ജയിച്ച വരുൺ ഗാന്ധിയെ എങ്ങനെയും ഗാന്ധി കുടുംബത്തിൽ വലിയ ഒരു വിള്ളലുണ്ടാക്കുക, തമ്മിലടിപ്പിക്കുക, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത്. അത് ഗാന്ധി കുടുംബമല്ല, ഗണ്ഡി കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനും തേജോവധം ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും തൽക്കാലം വരുൺ ഗാന്ധി മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ മുത്തച്ഛൻ്റെ പാരമ്പര്യം തന്നെയാണ് തനിക്കുള്ളത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഫിറോസ് വരുൺ ഗാന്ധി രാഷ്ട്രീയത്തിൽ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. നമുക്കറിയുന്ന ഒരു വരുൺ ഗാന്ധിയുണ്ട്. BJPക്കെതിരെ നഖശികാന്തം ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് കർഷക സമരത്തിലായിരുന്നാലും അതുപോലെ തന്നെ പല വിഷയങ്ങളിലും വരുൺ ഗാന്ധി എടുത്ത നിലപാട് കേന്ദ്രത്തിന് ദഹിക്കാൻ കഴിയുന്നതല്ല. അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ അതിനൊന്നും മറുപടി പറയാൻ പോലും കഴിയുന്നില്ല. അത്രമേൽ ശക്തമായ തെളിവുകളോടുകൂടി വരുൺ ഗാന്ധി പറയുന്ന വാക്കുകൾക്ക് ഒരു മറുപടിയും ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സത്യം. വരുൺ ഗാന്ധിയുടെ ചുറിയുറുക്കും അദ്ദേഹത്തിൻ്റെ ഗൗരവവും എല്ലാം കണക്കിലെടുത്ത് BJP അദ്ദേഹത്തിനെ ബോധപൂർവം മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ വരുൺ ഗാന്ധിയെ 2015 മുതൽ അവിടെ ആലോചിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നീടാണ് യോഗിയുടെ പേര് ഉയർന്നു വന്നത്. യോഗിയുടെ രാഷ്ട്രീയം എന്നത് കൃത്യമായും പോളറൈസ്ഡ് പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ വരുൺ ഗാന്ധിയെ അവിടെ ഒരു ജനകീയ മുഖമാക്കി അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്വാനി പക്ഷക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. നമുക്കറിയാം വരുൺ ഗാന്ധി ശക്തനായ ഒരു അദ്വാനി പക്ഷക്കാരനാണ്. മേനക ഗാന്ധിയും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവരെ ഒതുക്കാൻ വേണ്ടി കൃത്യമായ കളികളാണ് നരേന്ദ്രമോദി കളിച്ചത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. വളരെ സീനിയർ നേതാവായ മേനക ഗാന്ധിക്ക് പോലും കഴിഞ്ഞ തവണ ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. മാത്രമല്ല സുൽത്താൻപൂരിൽ കാര്യമായ പ്രവർത്തനം കഴിഞ്ഞ തവണയും നടത്തിയിട്ടില്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. വൈകാതെ തന്നെ വരുൺ ഗാന്ധി എടുക്കുന്ന തീരുമാനം അത് ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം ഗുണകരമാകും എന്ന് കാത്തിരിക്കുകയാണ് നേതാക്കൾ.